ഹായ്, അഭിലാഷ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് വരുന്നത് ലൈഫിൽ സക്സസ് ആവാനായിട്ട് 3 കാര്യങ്ങൾ. 1, ക്രിയേറ്റ് എ നെറ്റ്വർക്ക്. 2, കീപ് ദ നെറ്റ്വർക്ക്. 3, എൻജോയ് ദ നെറ്റ്വർക്ക്. ബട്ട് ഹൗ? എങ്ങനെ നമ്മൾക്കിത് സാധ്യമാകും? ജിയോയിലൂടെ, ഗ്ലോബൽ ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയിലൂടെ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് വളരെ ചുരുങ്ങിയ വേർഡ്സിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ദിസ് ഈസ് ദ പ്ലാൻ ഓഫ് ജിയോ. ക്രിയേറ്റ് എ നെറ്റ്വർക്ക്. ജിയോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 1999 രൂപയുടെയോ 2499 രൂപയുടെയോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ID പ്ലേസ്മെന്റ് നടത്താവുന്നതാണ്. ഒരു ബിസിനസ് ജിയോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണിത്. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളിലേക്കും ഈ ബിസിനസ് എത്തിക്കുന്നു. നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ബാക്കപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം വേണം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റമാണ് ഡ്യുവൽ കോമ്പിനേഷൻ ബോണസ് സിസ്റ്റം എന്നുള്ള പേരിലാണ് ജിയോ ആ ഒരു പ്ലാനിന്റെ പേര് പറയുന്നത്. അതിന് പ്രകാരമാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് 3 ലെഗിലാണ് ഈ ബിസിനസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, 1, 2, 3 ഈ രീതിയിൽ ഡ്യുവൽ കോമ്പിനേഷൻ ആണ് ഈ ഒരു പ്ലാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഈ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 50 BV ആണ്. BV എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബിസിനസ് വോളിയം. 50 ബിസിനസ് വോളിയം പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കൂടെ A എന്ന് പറയുന്ന ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, B എന്ന് പറയുന്ന വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, C എന്ന് പറയുന്ന വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. Aയും Bയും 50 BV എടുത്ത സമയത്ത് Aയും Bയും തമ്മിൽ മാച്ച് ചെയ്തു. ഒരു BV ഈസ് ഈക്വൽ ടു 10 rupees ആണ്. ഓക്കെ, അപ്പോൾ 50 BV മാച്ച് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും 50 BV എടുത്തിട്ടാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, കമ്പനിയുടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. സോ 50 BV മാച്ച് ചെയ്യുമ്പോൾ 500 രൂപ ഈ വ്യക്തിക്ക് കിട്ടും. ഓക്കെ, ദെൻ ഇത് ക്യാരി ഫോർവേഡ് ആവും. ക്യാരി ഫോർവേഡ് നെക്സ്റ്റ് ഡേ ഇവിടെ ഒരു 50 BVയുടെ ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും മാച്ച് ആവും, ഇവിടെ വീണ്ടും 500 കിട്ടും. ഈ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ A to B ഓർ A to C അല്ലെങ്കിൽ A to C ഓർ B to C ഈ രീതിയിൽ ഡ്യുവൽ കോമ്പിനേഷൻ മാച്ചിങ് നടക്കുന്ന ഒരു പ്ലാനാണ് ഇത്. ഈ ഒരു പ്ലാൻ പ്രകാരം A to B 200 BV മാച്ചിങ്, ഇവിടെ B to C 200 BV മാച്ചിങ്. ഇത് മാച്ച് ആകുന്ന സമയത്ത് നമുക്ക് 2000 രൂപയാണ് ഇതിന്റെ ഡെയിലി സീലിംഗ് എന്ന് പറയുന്നത്. പ്ലസ് ഇവിടെയും 2000 സമം 4000 രൂപ ഡെയിലി സീലിംഗ് ഉള്ള കമ്പനിയാണ്. അതായത് നമ്മൾ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ഈ ഒരു പ്രോഡക്റ്റ് പാക്കേജ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന, ബിൽഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ നടത്തുന്ന കച്ചവടത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ആണ് ഈ ഒരു 4000 rupees എന്ന് പറയുന്ന ബേസിക് ബൈനറി ഇൻകം. ദെൻ തൊട്ടടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇതിനൊരു മിറർ പ്ലാൻ ഉണ്ട്. ഓട്ടോ ജനറേറ്റഡ് മിറർ പ്ലാൻ ആണ്. ഈ ഒരു മിറർ പ്ലാനിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ലെഗില് ടോട്ടലായിട്ട് 30 എൻട്രീസ്, 30 എൻട്രീസ് ഇവിടെയും 30 എൻട്രീസ് ഇവിടെയും 30 എൻട്രീസ് ഇവിടെയും. അത് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്നവരാണെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ അപ്ലയൻസ് കൊണ്ടുവരുന്ന ആളുകളായിരുന്നു നമ്മുടെ എൻട്രിക്ക് താഴേക്ക്, നമ്മുടെ ബിസിനസ് സെന്ററിന് താഴേക്ക് 30 ആക്ടിവേറ്റഡ് ബിസിനസ് ഉണ്ട് എങ്കിൽ ഈ വ്യക്തി ക്ലബ് മെമ്പർ ആയിട്ട് മാറും. ക്ലബ് മെമ്പർ. അതോടൊപ്പം തന്നെ ഈ ഒരു സൈറ്റ് നേരെ ഇവിടെ മിറർ സ്റ്റാർട്ടായി. മിറർ പ്ലാനിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഒരു ബിസിനസ് വന്നു. ഇനി എപ്പോഴാണോ നമ്മുടെ A എന്ന് പറയുന്നതെങ്കിൽ ഈ വ്യക്തി ഇവിടെ 30 കംപ്ലീറ്റ് ചെയ്യുന്നതോ ഈ ID നമ്മുടെ ഈ ലെഗില് A എന്ന് പറയുന്ന പൊസിഷനിൽ വന്ന് നിൽക്കും. അതേപോലെ തന്നെ B എന്ന് പറയുന്ന വ്യക്തി മിററിൽ ഇവിടെ വരും, C എന്ന് പറയുന്ന വ്യക്തി മിററിൽ ഇവിടെ വരും. ഇവിടെ ഒരു പെയർ മാച്ച് ചെയ്താൽ നമുക്ക് 1000 രൂപയാണ് പേ ഔട്ട് കിട്ടുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ മാച്ച് ചെയ്താലും 1000 രൂപ പേ ഔട്ട് കിട്ടും. ഇത് ഡെയിലി സീലിംഗ് ആണ്. A to B 13000, B to C 13000. അപ്പോൾ 13000 പ്ലസ് 13000 സമം 26000 പ്ലസ് ഈ 4000 സമം 30000 രൂപ ഡെയിലി സീലിംഗ് വാങ്ങിക്കാവുന്ന ഒരു സൂപ്പർ പ്ലാൻ ആണ് നമ്മുടെ ഡ്യുവൽ കോമ്പിനേഷൻ ബോണസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി
ഈ ഒരു ജീനിയോളജി, ഫസ്റ്റ് ജീനിയോളജിയിൽ മാത്രം നമ്മൾ പ്രവർത്തിച്ചാൽ മതി. ഇതൊരു ഓട്ടോ ജനറേറ്റഡ് മിറർ പ്ലാൻ ആണ്. കാരണം നമ്മുടെ കോമൺ ജീനിയോളജിയിൽ ക്ലബ് മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു സിസ്റ്റമാണ് മിറർ പ്ലാൻ ഉള്ളത്. ആ ക്രിയേറ്റ് ചെയ്ത കസ്റ്റമേഴ്സിനെ എങ്ങനെ നിലനിർത്തും? സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ മാറ്റർ എന്ന് പറയുന്നത്, കീപ് ദ നെറ്റ്വർക്ക്. ആ ഒരു നെറ്റ്വർക്കിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുക. ആ നെറ്റ്വർക്കിനെ നിലനിർത്താനായിട്ട് കമ്പനി കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എൻകാഷ്മാർട്ട്. എൻകാഷ്മാർട്ടിലേക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും പർച്ചേസിങ്ങിനായിട്ട് വരുന്നത്. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതെപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് അവരുടെ പിന്നീടുള്ള പർച്ചേസിങ്ങിലൂടെ, അതായത് റീപർച്ചേസിങ്ങിലൂടെയാണ് ശരിക്കും ഒരു പാസീവ് ഇൻകം നെറ്റ്വർക്കിൽ ഒരു വ്യക്തിക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു പാസീവ് ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻകാഷ്മാർട്ട് എന്ന് പറയുന്ന ഓൺലൈൻ ഷോപ്പി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്ലേസ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നു. A to Z പ്രോഡക്റ്റുകൾ, കമ്പനിയായിട്ട് ടൈപ്പ് ആയിരിക്കുന്ന A to Z പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എൻകാഷ്മാർട്ട് എന്ന് പറയുന്നത്. ഈ എൻകാഷ്മാർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 100% ക്യാഷ് ബാക്ക് ഓൺലൈൻ ഷോപ്പിംഗ്. 100% ക്യാഷ് ബാക്ക് ഓൺലൈൻ സിസ്റ്റമാണ് എൻകാഷ്മാർട്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ അസറ്റിനെ, നിങ്ങളുടെ പർച്ചേസിനെ നാളത്തെ നിങ്ങളുടെ സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന വലിയൊരു ആശയം ഇതിലൊളിഞ്ഞിരിക്കുന്നു. ഓക്കെ, അത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 100% ക്യാഷ് ബാക്ക് സിസ്റ്റം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഓടിച്ചു പോവാണ്, കാരണം ഫുൾ പ്ലാൻ പറയാനുള്ളതുകൊണ്ടാണ്. 100% ക്യാഷ് ബാക്ക് കിട്ടുന്നതുകൊണ്ട് 100% നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നമ്മളെ ത്രൂ വിശ്വസിച്ച് ഈ ഒരു ജിയോയുടെ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്ന ആളുകൾ ഈ ഒരു എൻകാഷ്മാർട്ടിൽ ഫുൾ ടൈം പർച്ചേസിങ്ങിനായിട്ട് നിലനിൽക്കും. കാരണം അവർ പർച്ചേസ് ചെയ്യുന്ന ഓരോ 5,000 റുപ്പീസ് കമ്പനിയിലെ ടേൺ ഓവറിൽ ജി വൗച്ചറായിട്ട് കയറുകയും അതിനുശേഷമുള്ള കമ്പനിയുടെ ടേൺ ഓവറിനനുസരിച്ച് ആദ്യം പർച്ചേസ് ചെയ്ത ആളുകൾക്ക് ആ എമൗണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് 100% ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ചെലവാക്കുന്ന പൈസ സേവ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് വരുന്ന കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിലനിൽക്കുകയും അവരുടെ പർച്ചേസിങ്ങിനനുസരിച്ച്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ പർച്ചേസിങ്ങിനനുസരിച്ച് ഇൻ ഫ്യൂച്ചർ നമുക്കൊരു ഇൻകം കിട്ടുകയും ചെയ്യുന്നു. ആ ഒരു ഇൻകമാണ് എൻജോയ് ദ നെറ്റ്വർക്ക് എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനിലൂടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞ് ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്ക് നമ്മൾ 1,990, 24,990 പ്രോഡക്റ്റുകൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ നെറ്റ്വർക്കേഴ്സിനെ ബിൽഡപ്പ് ചെയ്യുന്നത്. ദെൻ ആ വന്ന നെറ്റ്വർക്കിനെ നമ്മൾ നിലനിർത്താനായിട്ട് അവരെ ആസ് എ കസ്റ്റമർ അവർക്ക് പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ തുകയും തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ എൻകാഷ്മാർട്ടിൽ റെഡിയാക്കിയിരിക്കുന്നു. ഇനി എങ്ങനെ നമുക്ക് ഈ നെറ്റ്വർക്കിനെ എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു പാസീവ് ഇൻകം നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാം? അതിനായിട്ട് കമ്പനി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്ലാനാണ് സൺഫ്ലവർ സിസ്റ്റം. അതായത് നമ്മൾ ഓൾറെഡി ബൈനറിയിൽ A, B, C എന്ന് പറയുന്ന 3 ലെഗിൽ പ്ലേസ്മെന്റ് നടത്തി കഴിഞ്ഞു. ആ രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതിന്റെ ഒരു പതിപ്പ് തന്നെയാണ് സൺഫ്ലവർ സിസ്റ്റത്തിൽ നമുക്ക് വരുന്നത്. ഈ A എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടാവും, B എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടാവും, C എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടാവും. A, B, C ഇവർ 3 പേരെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എൻകാഷ്മാർട്ടിൽ നിന്നും പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ എൻകാഷ്മാർട്ടിന്റെ പർച്ചേസിങ്ങിലൂടെ അവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഇവരുടെ പർച്ചേസിങ്ങിലൂടെ നമ്മൾക്കൊരു പാസീവ് ഇൻകം നമുക്ക് കിട്ടുന്നു. അത് എപ്രകാരമാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ 3 ഐഡിയുടെയും സ്പോൺസർ താങ്കളാണ്. ഈ 3 പേരും 5,000 രൂപയുടെ പർച്ചേസിങ് എൻകാഷ്മാർട്ടിൽ നിന്നും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഇദ്ദേഹം 5,000 കംപ്ലീറ്റ് ചെയ്തു, ഇദ്ദേഹം 5,000 കംപ്ലീറ്റ് ചെയ്തു, ഇദ്ദേഹം 5,000 കംപ്ലീറ്റ് ചെയ്തു. ഇത് വൺ ടൈം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴാണ് അവരുടെ പർച്ചേസിങ് 5,000 കംപ്ലീറ്റ് ആവുന്നത്, അന്ന് കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സൺഫ്ലവർ ഇൻകം അല്ലെങ്കിൽ ഒരു ലെവൽ ഇൻകത്തിന് താങ്കൾ എലിജിബിൾ ആകുന്നു. ലെവൽ ഇൻകം 20 ലെവലിൽ നിന്നുള്ള ഇൻകം ആണ് കമ്പനി ഇതിനു വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്രകാരമാണ് ലെവൽ ഇൻകം നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം. 3 പേര് മിനിമം 5,000 രൂപയുടെ പർച്ചേസിങ് എൻകാഷ്മാർട്ടിൽ നിന്ന് നടത്തുമ്പോൾ അവരെ സംബന്ധിച്ച് ജിയോയിൽ എൻട്രി ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ 5,000 കമ്പനിയുടെ ടേൺ ഓവർ കയറുകയും അത് പിന്നീട് അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. സോ നമ്മളാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെ പർച്ചേസിംഗ് ഈ 3 പേര് എന്ന് പറയുന്നത് താങ്കളുടെ ഫസ്റ്റ് ലെവലാണ്. കാരണം താങ്കൾ ഡയറക്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന 3 പേരാണ് ഇവര് 3 പേരും. ഇവർ 5,000 രൂപയുടെ പർച്ചേസിംഗ് ചെയ്യുമ്പോൾ ഒരാളിൽ നിന്ന്, ഒന്നാമത്തെ ലെവലിൽ നിന്ന്
10% ഇൻകം, അതായത് അവര് എത്ര രൂപയുടെ പർച്ചേസിംഗ് ആണോ നടത്തിയിരിക്കുന്നത് അതിന്റെ 10% താങ്കൾക്ക് ഇൻകം ആയിട്ട് ലഭിക്കുന്നു. അപ്പോൾ 5000ന്റെ 10% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 500 രൂപ. എത്ര പേരിൽ നിന്നാണ്? നമ്മൾ 3 പേരെ മിനിമം നമ്മൾ റെഫർ ചെയ്തിരിക്കുന്നു. ഇൻറ്റു 3 പേരിൽ നിന്ന് നമുക്ക് 1500 രൂപയായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പാസീവ് ഇൻകം അല്ലെങ്കിൽ ലെവൽ ഇൻകം അല്ലെങ്കിൽ ജനറേഷൻ ഇൻകം എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം മിനിമം 5000 രൂപയുടെയെങ്കിലും പർച്ചേസിങ് ഒരു വീട്ടിലേക്ക് ഒരു വ്യക്തി ഒരു മാസം ചെയ്യുന്നു എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 5000 രൂപയ്ക്ക് ബി എന്ന് പറയുന്ന വ്യക്തി 5000 രൂപയ്ക്ക് പർച്ചേസിങ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ടേൺ ഓവറിനനുസരിച്ച് ഈ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടുന്നു. തിരിച്ചു കിട്ടുന്ന സമയത്ത് അതൊരിക്കലും ക്യാഷ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, അത് വീണ്ടും പർച്ചേസിങ്ങിന് ഉപയോഗിക്കാം. അത് വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം ഈ എമൗണ്ടിൽ വീണ്ടും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് വീണ്ടും ഈ പറയുന്ന 500 രൂപ അദ്ദേഹത്തിൽ നിന്ന് ക്രെഡിറ്റ് ആവും. ഈ രീതിയിൽ എല്ലാ ആളുകളിൽ നിന്നും താങ്കൾക്ക് എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുവരാം. മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 3 പേരെ നമ്മൾ മിനിമം കസ്റ്റമറാക്കി കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇത് 4 ആണെങ്കിൽ 4 × 500 ആയിരിക്കും, ഇത് 5 ആണെങ്കിൽ 5 × 500 ആയിരിക്കും, ഇത് 6 ആണെങ്കിൽ 6 × 500 ആയിരിക്കും. അപ്പൊ ഇവരെ നമ്മൾ ഈ ഫസ്റ്റ് ജനറേഷനിൽ 3 പേരെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. 4ാമത്തെ വ്യക്തി ഇതിന്റെ താഴേക്കായിരിക്കും വരിക, 5ാമത്തെ വ്യക്തി ഇവിടെ ആയിരിക്കും വരിക, 6ാമത്തെ വ്യക്തി ഇവിടെ ആയിരിക്കും വരിക. ഈ രീതിയിലാണ് ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഏത് നമ്മുടെ ബൈനറി അല്ലെ ഡ്യുവൽ കോമ്പിനേഷൻ പ്ലാനിൽ എവിടെ പ്ലേസ്മെന്റ് നടത്തിയാലും താങ്കൾ ഡയറക്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ആളാണെങ്കിൽ സൺഫ്ലവറിൽ അത് താങ്കളുടെ ഫസ്റ്റ് ലെവലിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ലെവലിൽ എത്ര പേര് 5000 രൂപയുടെ പർച്ചേസിംഗ് കംപ്ലീറ്റ് ചെയ്താലും അതിൽ നിന്ന് 500 രൂപ എന്ന് പറയുന്നത് താങ്കളുടെ ഇൻകം ആയിരിക്കും. ദെൻ രണ്ടാമത്തെ ലെവൽ നോക്കാം. ഫസ്റ്റ് ലെവൽ 3 × 500 നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ 3 പേരെ വെച്ച് കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് ഈ പറയുന്ന ഒരു ഇൻകം സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അവരെ ഇതേ രീതിയിലുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യും. സെക്കൻഡ് ലെവലിൽ നമുക്ക് കിട്ടുക 5% ആണ്. അതായത് ഒരാൾ പർച്ചേസ് ചെയ്യുന്ന, അതായത് ഇത് നമ്മുടെ ഫസ്റ്റ്, ഇദ്ദേഹം കൊണ്ടുവരുന്ന ആളായിരിക്കും നമ്മുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് 10% നമ്മൾക്ക് 5% കിട്ടും. ആ 5% നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. ഇൻറ്റു 9 പേരിൽ നിന്ന് കിട്ടും 2250 രൂപയായിരിക്കും സെക്കൻഡ് ലെവലിൽ നമ്മൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. സോ ഇതിന്റെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 3ാമത്തെ ലെവലിലും നമുക്ക് 5% ആണ് കിട്ടുക. പക്ഷെ എത്ര പേരിൽ നിന്ന് കിട്ടും? 250 രൂപ വെച്ച് 27 പേരിൽ നിന്നാണ് നമുക്ക് ആ ഒരു തേർഡ് ലെവൽ ഇൻകം നമുക്ക് കിട്ടുക. 6750 രൂപയായിരിക്കും ആ ഒരു ഇൻകം എന്ന് പറയുന്നത്. സോ ഇതേപോലെ തന്നെ നോക്കാം. 4ാമത്തെ ലെവലില് 2.5 ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് 125 രൂപ ഇൻറ്റു 27 × 3 സമം 81 പേരിൽ നിന്നാണ് നമുക്ക് ഇൻകം കിട്ടുക. അത് എത്ര രൂപയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10125 രൂപ വരും. 10125 രൂപ ഫോർത്ത് ലെവലിൽ നിന്ന് നമുക്ക് ഒരു ടോക്കൺ വൈസ് 181 പേരിൽ നിന്ന് നമുക്ക് കിട്ടും. 5ാമത്തെ ലെവലിലും ഇതേപോലെ തന്നെയാണ് 2.5% തന്നെയാണ് നമുക്ക് കിട്ടുക. അതായത് 125 രൂപ എത്ര പേരിൽ നിന്നാണ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 243 പേരിൽ നിന്നാണ് നമുക്ക് ഈ എമൗണ്ട് നമുക്ക് കിട്ടുക. കാരണം 3 × 3 അത് × 3 അത് × 3 അത് × 3 അത് × 3 ഈ രീതിയിൽ മിനിമം 3 പേരെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 5 ലെവൽസ് ഓഫ് ജനറേഷൻ ഇൻകം നമുക്ക് കിട്ടും. അതിൽ 5ാമത്തെ ലെവൽ ഇൻകം എന്ന് പറയുന്നത് 30,375 രൂപയാണ്. സോ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. 51,000 രൂപ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നതായിട്ട് നോക്കാം. ടോട്ടൽ ആയിട്ട് നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 363 പേര്. 363 മെമ്പേഴ്സിലൂടെ 51,000 രൂപ മാസ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് നമുക്ക് ഈ ഒരു ലെവൽ ഇൻകം അല്ലെങ്കിൽ ഈ സൺഫ്ലവർ ഇൻകം എന്ന് പറയുന്നത്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മാക്സിമം ആളുകളെ 3 എന്നതിലുപരി ഒരു 30-300 മെമ്പേഴ്സിനെ ഡയറക്റ്റ് ഈ ഒരു ട്രീയിലേക്ക് നമ്മുടെ സ്പോൺസർഷിപ്പിൽ ഡയറക്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നിങ്ങൾ കണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ച് 300ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. സോ എത്ര ഏൺ ചെയ്യണം, ഏത് രീതിയിൽ ഏൺ ചെയ്യണം എന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാവുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. എത്ര മനോഹരമായിട്ട് ഈ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു, എത്ര പേരിലേക്ക് ഈ ഒരു പ്ലാൻ എത്തിക്കാൻ സാധിക്കുന്നു, അത്രയും നല്ല സൂപ്പറായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്ലാനാണ് ജിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സോ ഇതിവിടെ കൊണ്ട് തീരുന്നില്ല. ഇത് അടുത്ത 20 ലെവലിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്ലാനാണ്. ഓക്കെ,
നിങ്ങൾക്ക് അത് എത്രയാണെന്ന് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ദയവായി നോക്കുക. കാരണം 3 × 3 × 3 ഇങ്ങനെ ഒരു 20 ലെവലിൽ × 3 അടിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ 3 മിനിമം കസ്റ്റമേഴ്സിനെ ജിയോയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം നോക്കി അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ജിയോയുടെ ഒരു ബേസിക് പ്ലാനിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. കാരണം ഒരുപാട് ടൈം എടുത്തു കഴിഞ്ഞാൽ വലിയ വീഡിയോ ആവും, കാണാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സോ ഇതിന്റെ മെയിൻ കണ്ടന്റുകളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും. ദയവായി എല്ലാവരും കാണുക. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത നല്ല ഒരു ബിസിനസ് ട്രിക്കുമായിട്ട്, ഒരു ഐഡിയയുമായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ വീണ്ടും വരും. സൈനിങ് ഓഫ് അഭിലാഷ്. ബൈ ബൈ. ഹായ്, അഭിലാഷ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എങ്ങനെയാണ് 100% ക്യാഷ് ബാക്ക് എന്ന സിസ്റ്റം ജിയോ വർക്കൗട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന ജിയോയുടെ ഓൺലൈൻ ഡിവിഷൻ അല്ലെങ്കിൽ ജിയോയുടെ മാർക്കറ്റ് പ്ലേസ് ആണ് ncashmart.com. ncashmart.com എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. മാർക്കറ്റ് പ്ലേസ് എന്നോട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റുകൾ വേണമെങ്കിലും ജിയോയുമായിട്ട് ടൈപ്പ് ആയിരിക്കുന്ന ഏത് പ്രോഡക്റ്റുകളും പർച്ചേസ് ചെയ്യാനും, അതോടൊപ്പം നിങ്ങൾ ഒരു മാനുഫാക്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ ജിയോ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിലൂടെ പുറത്തേക്ക് വിറ്റഴിക്കാനും സെല്ല് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ജിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ncashmart.com. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ മാർക്കറ്റ് പ്ലേസ് ലൈക്ക് OLX. ഓക്കെ, ആ രീതിയിലുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ncashmart എന്ന് പറയുന്നത്. ncashmart-ലൂടെയാണ് ജിയോയുടെ മാസ്റ്റർ പ്ലാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ജിയോയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്ന 100% ക്യാഷ് ബാക്ക് സിസ്റ്റം കമ്പനി ചെയ്യുന്നത്. 100% ക്യാഷ് ബാക്ക് നിങ്ങൾ ലോകത്ത് എവിടെയും കേട്ടിട്ടുണ്ടാവില്ല 100% ക്യാഷ് ബാക്ക്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റ് കംപ്ലൈന്റോ എന്തെങ്കിലും കാരണം നമ്മൾ തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മുടക്കിയ പൈസ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത പൈസ തിരിച്ചു കിട്ടുന്നതിനെയാണ് 100% ക്യാഷ് ബാക്ക് ആയിട്ട് ഇന്ന് ആളുകൾ എല്ലാവരും കരുതുന്നത്. പക്ഷെ ജിയോയിൽ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ കൊടുത്ത പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സിസ്റ്റത്തെയാണ് ജിയോ 100% ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ ഇത് എങ്ങനെ സാധിക്കും? ഇത് വരുന്ന സമയത്ത് കമ്പനിക്ക് എന്താണ് ലാഭം? ഇതാണ് എല്ലാവരുടെയും ചിന്ത. കമ്പനിക്ക് എന്താണ് ലാഭം അല്ലെ? ശരിക്കും ലാഭമില്ലാതെ ഒരു കമ്പനി ഇങ്ങനൊരു ഉദ്യമത്തിന് നിൽക്കില്ല. ഓക്കെ, സോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് 100% ക്യാഷ് ബാക്ക് കിട്ടുന്നത്? ഞാൻ പറഞ്ഞു, ncashmart എന്ന് പറയുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും പർച്ചേസിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ്. പക്ഷേ 100% ക്യാഷ് ബാക്ക് കിട്ടണമെങ്കിൽ ജിയോയുടെ ncashmart-ന്റെ മദർ കമ്പനി ആയിട്ടുള്ള ജിയോയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് മസ്റ്റാണ്. ജിയോയുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്ത ആളുകൾക്ക് മാത്രമാണ് 100% ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ജിയോയിൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കാം? സിമ്പിൾ മെത്തേഡ്. 1999 രൂപയുടെയോ 2499 രൂപയുടെയോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജിയോയുടെ ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആകാവുന്നതാണ്. ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്ത വ്യക്തികൾ പിന്നീട് റീപർച്ചേസിംഗ് നടത്തുന്ന പ്ലാറ്റ്ഫോമാണ് ncashmart എന്ന് പറയുന്നത്. എൻട്രി അടിച്ച ആളുകൾ ncashmart-ൽ നിന്നും എത്ര രൂപയുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്താലും ഇൻ ഫ്യൂച്ചർ അതിനെ അസറ്റ് ആക്കി മാറ്റുന്ന ഒരു സിസ്റ്റമാണ് ncashmart അല്ലെങ്കിൽ ജിയോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എങ്ങനെ ഇത് സാധ്യമാകും? എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്ന് പറയുന്ന വ്യക്തി, അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി ജിയോയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞാൻ 2499 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ജിയോയുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കരസ്ഥമാക്കിയ വ്യക്തിയാണ്. ഞാൻ അതിനുശേഷം ncashmart-ലൂടെ പർച്ചേസിങ് ചെയ്യുന്നു.
ഓക്കെ, ഒരു 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യം വാങ്ങി, അതിനുശേഷം ഒരു 500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി, പിന്നീട് ഒരു 1500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി, പിന്നീട് ഒരു 2000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി. എപ്പോഴാണോ ഇത് 5000 കംപ്ലീറ്റ് ആവുന്നത്, ശ്രദ്ധിക്കുക, വൺ ടൈം പർച്ചേസിങ് 5000 വേണമെന്നില്ല, നിങ്ങളുടെ എൻകാഷ് മാർട്ടിലൂടെയുള്ള പർച്ചേസിങ് എപ്പോഴാണോ 5000 കംപ്ലീറ്റ് ആവുന്നത്, അന്ന് എനിക്ക് ഒരു ജി വൗച്ചർ കമ്പനിയിൽ ജനറേറ്റ് ആവും. ജി വൗച്ചർ, അതായത് എൻ്റെ 5000 രൂപയുടെ പർച്ചേസിങ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5000 റുപ്പീസിന്റെ ഒരു ജി വൗച്ചറിലൂടെ, ഒരു ടോക്കണിലൂടെയാണ്. ക്ലിയർ? ഈ രീതിയിൽ എൻകാഷ് മാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ ടേൺ ഓവേഴ്സിനെ ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ ഐ ഡി ആസ്പദമാക്കി ടൈം അടിസ്ഥാനത്തിൽ ജിയോയുടെ ടേൺ ഓവറിലൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പർച്ചേസ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത സെക്കൻഡിൽ ആരാണോ 5000 റുപ്പീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അത് ജി വൗച്ചർ 2 ആയിട്ട് എൻ്റെ തൊട്ട് താഴെ ജി വൗച്ചർ 1, ഞാൻ ജി വൗച്ചർ എൻ്റെ ക്രിയേറ്റ് ആയി, അതിന് താഴെ ഒരു 5000 റുപ്പീസിൻ്റെയും കൂടെ പർച്ചേസിങ് കംപ്ലീറ്റ് ആയി. ഇത് ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എനിക്കറിയില്ല. ക്ലിയർ? അതിന് താഴെ വീണ്ടും ഒരു ജി വൗച്ചറും കൂടെ വരുന്നു, ജി വൗച്ചർ 2, അതിന് താഴെ ഒരെണ്ണം വരുന്നു 3, അതിന് താഴെ വന്നു 4, അതിന് താഴെ വന്നു 5, അതിന് താഴെ വന്നു 6. ഈ രീതിയിൽ എൻ്റെ ജി വൗച്ചറിന് താഴെ 6 ജി വൗച്ചേഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഓർ എൻ്റെ പർച്ചേസിങ്ങിന് ശേഷം 30,000 രൂപയുടെ ബിസിനസ് കമ്പനിക്ക് നടക്കുമ്പോൾ, ടോട്ടൽ ടേൺ ഓവർ ആണ്, ഞാൻ കൊടുക്കുന്ന ബിസിനസ് അല്ല. ഓക്കെ, 30,000 രൂപയുടെ ബിസിനസ് കമ്പനിക്ക് നടക്കുമ്പോൾ എൻ്റെ ജി വൗച്ചർ സെക്കൻഡ് പൂളിലേക്ക് പോവുകയും എനിക്ക് ഒരു 500 രൂപ എൻ്റെ വാലറ്റിലേക്ക് റീക്രെഡിറ്റ് ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആദ്യം ജിയോ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ 5000 വന്നു, അതിനുശേഷം 6 പുതിയ ബിസിനസ്സുകൾ. നോക്കുക, എൻ്റെ ജി വൗച്ചർ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ജി വൗച്ചർ മുകളിലേക്ക് കയറും. അടുത്ത 6 ജി വൗച്ചേഴ്സ് ഇവിടെ വരുമ്പോൾ ഈ സെക്കൻഡ് പൂളിൽ നിൽക്കുന്ന വ്യക്തി ഇവിടെ വരും. ഇദ്ദേഹത്തിന് ഒരു 500 തിരിച്ചു കിട്ടും. അടുത്ത 6 വരുന്ന സമയത്ത് ഈ വ്യക്തി ഇങ്ങോട്ട് വരും, ഇദ്ദേഹത്തിന് ഒരു 500 കിട്ടും. 2, അതേപോലെ തന്നെ 3, 4, ഈ രീതിയിൽ വരുന്നു. ഇവിടെ 6, 6. ഇങ്ങനെ അടുത്ത 4 ടോക്കൺസും കൂടെ സെക്കൻഡ് പൂളിൽ വന്ന് അവർ 4 പേരും 500 രൂപയുടെ പർച്ചേസ്, 500 രൂപയുടെ റീഫണ്ട് കരസ്ഥമാക്കുന്ന സമയത്ത് എൻ്റെ ജി വൗച്ചറിന് താഴെ എത്ര രൂപയുടെ ബിസിനസ് നടന്നു? 30,000, 30, 60, 90, 120. മൊത്തം 1,20,000 രൂപയുടെ ടേൺ ഓവർ കമ്പനിക്ക് ഇവിടെ ജനറേറ്റ് ആയപ്പോൾ എന്റെ താഴെ ഉണ്ടായിരുന്ന 4 ടോക്കൺസ് സെക്കൻഡ് പൂളിലേക്ക് വരികയും അവർ 500 വെച്ച് ഏൺ ചെയ്യുകയും ചെയ്തു. സോ സെക്കൻഡ് പൂളിൽ എന്റെ താഴേക്ക് ഇതുപോലെ 4 ബിസിനസ് വന്നു കഴിയുമ്പോൾ എന്റെ ജി വൗച്ചർ ഇവിടുന്ന് 3ാമത്തെ പൂളിലേക്ക് പോവുകയും അത് അവിടുന്ന് ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇതിങ്ങനെ എന്റെ ജി വൗച്ചർ ക്യാൻസൽ ആകുന്ന സമയത്ത് എനിക്ക് എഗെയിൻ ഒരു 4,500 രൂപയും കൂടി എന്റെ വാലറ്റിൽ ക്രെഡിറ്റ് ആകുന്നു. അപ്പോൾ നമ്മൾ നോക്കാം, 4,500 പ്ലസ് 500 സമം 5,000 റുപ്പീസ്. ഞാൻ പർച്ചേസ് ചെയ്ത 5000 രൂപ തിരിച്ച് എൻ്റെ വാലറ്റിൽ വന്നു. ശ്രദ്ധിക്കുക, ഈ പണം എനിക്ക് പൈസയായിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല, നിയമ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ. ഈ പണം നമ്മൾ പൈസയായിട്ട് നമ്മൾ വാങ്ങിച്ചാൽ പോലും നമ്മളത് പർച്ചേസിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. സോ ഇത് പണം തന്നെയാണ്. പണം തരാൻ കമ്പനിക്ക് നിയമം അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് പണമായിട്ട് തരാൻ പറ്റില്ല. നമുക്ക് ഈ 5000 രൂപയ്ക്ക് വീണ്ടും പ്രോഡക്റ്റുകൾ ഫ്രീ പർച്ചേസിങ് ചെയ്യാം. എപ്പോഴാണോ ഈ 5000 രൂപ ഞാൻ ഫ്രീ പർച്ചേസിങ്ങിന് ഉപയോഗിക്കുന്നത്, ഫ്രീ പർച്ചേസ്, അന്ന് ഇതൊരു പുതിയ ടോക്കൺ ആയിട്ട് ഇവിടെ അടുത്ത ജി വൗച്ചർ ആയിട്ട് ഇവിടെ വരികയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ ഫില്ലിംഗ് ആണ്. അപ്പോൾ വീണ്ടും ഞാൻ ആദ്യം പണം കൊടുത്ത് വാങ്ങിച്ച 5000 വീണ്ടും ഇവിടെ വരികയും ഇത് വീണ്ടും കമ്പനിയുടെ ടേൺ ഓവർ മുകളിലേക്ക് കയറുകയും അത് വീണ്ടും എനിക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള സിസ്റ്റമാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. നോക്കൂ, ഇതിനകത്ത് കമ്പനിക്ക് നഷ്ടം എന്താണ് വരുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ. എന്റെ ബിസിനസ് ഞാൻ 5000 രൂപയുടെ പർച്ചേസിങ് ചെയ്തതിന് ശേഷം 1,50,000 രൂപയുടെ ടോട്ടൽ ടേൺ ഓവർ കമ്പനിക്ക് നടക്കുമ്പോൾ എനിക്ക് എൻ്റെ 5,000 തിരിച്ചു തരുന്ന ഒരു സിസ്റ്റം. ഇതിൽ കമ്പനിക്ക് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയ്ക്ക് ഇതിൻ്റെ വേറൊരു വേരിയന്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പല സൂപ്പർ മാർക്കറ്റുകളും കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾക്കും ഉണ്ടാകാം ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കാർഡുകൾ. അവർ പറയുന്നു, നമ്മൾ 1000 രൂപയുടെ പർച്ചേസിങ് ചെയ്യുമ്പോഴത്തേനും 10 പോയിന്റ് നിങ്ങളുടെ കാർഡിൽ ക്രെഡിറ്റ് ആവും.
നിങ്ങൾ അടുത്ത 2000 രൂപയുടെ പർച്ചേസിങ് ചെയ്യുന്ന സമയത്ത് അടുത്ത 20 പോയിന്റ് നിങ്ങൾക്ക് കയറും. ഒരു പോയിന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 2 രൂപയോ 3 രൂപയോ 4 രൂപയോ 5 രൂപയോ ആകാം. അങ്ങനെ 100 പോയിന്റ് ആകുമ്പോൾ നമ്മൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഈ 100 പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ പർച്ചേസിലൂടെ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു വിഹിതം നമുക്ക് തന്നെ തിരിച്ചു തരുന്ന ഒരു സിസ്റ്റമാണ്. നമ്മൾ പലപ്പോഴും ഈ കാർഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അത് ഉപയോഗിച്ച് പർച്ചേസിങ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 10,000 രൂപയുടെ ടോട്ടൽ പർച്ചേസിങ് ആ സ്ഥാപനത്തിൽ നിന്ന് ചെയ്യുമ്പോഴായിരിക്കും പോയിന്റ് അടിസ്ഥാനത്തിൽ ഒരു 500 രൂപയുടെ ഫ്രീ പർച്ചേസ് നമുക്ക് തരുന്നത്. ആക്ച്വലി നമ്മൾ കൊടുത്ത പ്രോഫിറ്റിൽ നിന്നും അവർ നമുക്ക് തിരിച്ചു തരുന്ന ഒരു പെർസെന്റേജ് ആണ്. ആ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. എൻ്റെ ഒരു 5,000 റുപ്പീസിന്റെ ടേൺ ഓവർ ഞാൻ ഓൾറെഡി പർച്ചേസിങ് ചെയ്തു. അതിനുശേഷം 1.5 ലക്ഷം രൂപയുടെ ബിസിനസ് കമ്പനിക്ക് നടക്കുമ്പോൾ എനിക്ക് ആദ്യം വന്ന ഞാൻ എന്ന് പറയുന്ന രീതിയിൽ ആദ്യം ഞാൻ പർച്ചേസ് ചെയ്തോടെ എനിക്ക് എന്ത് കിട്ടി? ആ 5,000 തിരിച്ചു കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ 100% ക്യാഷ് ബാക്ക് സിസ്റ്റം. ആസ് എ കസ്റ്റമർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പർച്ചേസിങ് നിങ്ങളുടെ ചെലവുകളെ നാളത്തെ നിങ്ങളുടെ അസറ്റ് ആക്കി മാറ്റുന്ന വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആകാൻ പോകുന്ന വലിയൊരു പ്ലാൻ പ്രസന്റേഷൻ ആണ്, വലിയൊരു ആശയമാണ് കമ്പനി ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ പർച്ചേസിങ് ചെയ്ത ആളുകളാണ്. നമ്മൾ ഇപ്പോഴും പർച്ചേസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത കട അല്ലെ, ഒരു രാമേടന്റെ കട, നമ്മൾ എല്ലാ സാധനങ്ങളും ഏറ്റവും സാധനങ്ങൾ വാങ്ങുന്നത് അവിടെ നിന്നാണ്. മാസം ഒരു 5,000 രൂപയുടെ 6,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു. പോട്ടെ, 2,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങുന്നു. നിങ്ങൾ 10-30 വർഷമായിട്ട് ആ സാധനത്തിൽ ആ ഒരു കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ ടേൺ ഓവർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും? അതിലൂടെ ഒരു പ്രോഫിറ്റ് അദ്ദേഹം ഏൺ ചെയ്തിട്ടുണ്ടാവും. ഒരു ഓണമോ വിഷുവോ അല്ലെങ്കിൽ ഒരു ക്രിസ്മസോ ഒരു പെരുന്നാളോ വരുമ്പോൾ നിങ്ങൾ ആ കടയിൽ പോയിട്ടൊന്ന് ചോദിച്ചു നോക്കൂ, സാർ ഞാൻ ഇത്രയും ബിസിനസ്സിൽ ഇവിടെ തന്നില്ലേ, 1 കിലോ പഞ്ചസാര എനിക്കൊന്ന് ഫ്രീ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുമോ? ഒരിക്കലും തരില്ല. കാരണം ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഇല്ല. സോ നമ്മൾ ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മൊത്തം തുകയും നാളെ നിങ്ങൾക്ക് അസറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം നിങ്ങളുടെ അസറ്റ് ആയിട്ട് മാറും. കാരണം പർച്ചേസിങ്ങിന് പണം ആവശ്യമില്ലാത്ത ഒരു തലമുറ, ആ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുമെങ്കിൽ, അത് നിങ്ങളുടെ ജനറേഷൻ ആണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും നമ്മളുടെ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. സോ 100% ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന സിസ്റ്റം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ അടുത്ത ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റുമായിട്ട് പിന്നീട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്.